ഒരു ഇന്ത്യക്കാരനായ മലയാളിയായ റോജി ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽസ്, അതായത് ന്യൂസിലൻഡിലുള്ള കിവീസ്, അവർ ജനിച്ചതും അവർ സംസാരിക്കുന്നതും ഇംഗ്ലീഷാണ്. അപ്പോൾ ഞങ്ങളെ എന്താണ് ഒരു ഇന്ത്യക്കാരൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതെന്നുള്ള ഒരു ചലഞ്ച് എപ്പോഴെങ്കിലും ഈ കരിയറിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരു ഫ്രേസ് ഉണ്ട്, ടു റിലീവ് യുവർ സെൽഫ്. എന്ന് വെച്ചാൽ ബാത്റൂമിൽ പോകാം. ഒരു കൊച്ചി എഴുതിയാണ്, പുള്ളിക്ക് എഴുതി മനസ്സിലാക്കിയ റിലീഫ് എന്ന് വെച്ചാൽ നമ്മൾ റിലീവ് ചെയ്യുക, ആ ഒരു റിലീഫാണ് ഒരു ഇത്. അപ്പോൾ പുള്ളിക്കകത്ത് എഴുതിയാണ്, ഐ ലൈക്ക് ടു റിലീവ് മൈ സെൽഫ് ഇൻ ദ ഗാർഡൻ എവറി ഡേ. അപ്പോൾ പുള്ളിക്കകത്ത് ഉദ്ദേശം വെച്ചാൽ രാവിലെ വാക്കിന് പോകുന്നു പുള്ളിക്കകത്ത്. പക്ഷെ എഴുതി വന്നപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ലീഗൽ അല്ലേ ഇവിടെ? ഞാൻ എല്ലാ ദിവസം രാവിലെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അങ്ങനെ കുറെ കുറച്ച് ആൾക്കാരുണ്ട്. ഇത് റീസൺസിലായിരുന്നു റിജക്ഷൻസ് വരുന്നത്. ചിലതൊക്കെ പാസീവ് റേസിസം തന്നെയായിരുന്നു, ചിലതൊക്കെ they were looking for something else. I was actually trying to find out what to do. എൻ്റെ മനസ്സിൽ ഞാനിത് ടീച്ചിങ്ങിൽ കയറാൻ പോകുന്നു അങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത്. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഒരു രീതിയുണ്ട്, ഒരു സിലബിളിന് കൊടുക്കേണ്ട എംഫസൈസ് ഉണ്ടാവും. മലയാളത്തിന് വ്യത്യസ്തമായിരിക്കും. ഒരു ഉദാഹരണ സഹിതം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ലിസണേഴ്സിന് കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു. ഐ വെൻറ്റ് ഫോർ എ മൂവി യെസ്റ്റർഡേ. എന്താണ് ഇതിലുള്ള തെറ്റും? ഇതിനെ എങ്ങനെ ബെറ്ററായിട്ട് പറയാൻ പറ്റും എന്ന് പറഞ്ഞുതരാമോ? ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ തെറ്റെന്ന് ഞാൻ പറയത്തില്ല, ബിക്കോസ് ദർ നോ മിസ്റ്റേക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ വി ട്രൈ ടു ട്രാൻസ്ലേറ്റ് അവർ കോണ്ടെക്സ്റ്റ്. ഒരു നമ്മളുണ്ട്. ഇപ്പം ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു. അപ്പം അവിടെ ടൈം വേർഡ് എന്ന് പറയുന്നത് ഇന്നലെയാണ്. ഐ വെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾറെഡി പാസ്റ്റ് ടെൻസ്. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. അതൊന്ന്. രണ്ടാമത്, ഇപ്പം കോണ്ടെക്സ്റ്റ് ഐ വെൻറ്റ് ഫോർ എ മൂവി, ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഐ എം തിങ്കിങ് ഓഫ് വൈ വുഡ് എ പേഴ്സൺ യൂസ് ദാറ്റ് സെൻറ്റൻസ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡിഡ് യു ഡു യെസ്റ്റർഡേ എന്തൊരു ആൻസർ ആയിരിക്കും ഐ വെൻ. അല്ലെങ്കിൽ നമ്മൾ പറയും വെൽ ഐ സോ ദിസ് മൂവി, ആ സിനിമയുടെ പേര് പറയും, അല്ലെങ്കിൽ ഐ സോ മോഹന യെസ്റ്റർഡേ. ഐ വെൻ്റ് നമ്മൾ പറയുന്നത് ഐ സോ മോഹന എന്ന് പറയും. അവിടെ സ്ട്രെസ് കൊടുക്കുന്നത് ഒന്നെങ്കിൽ മോഹന അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ എന്താ പറയുന്ന സിനിമയുടെ പേരായിരിക്കാം. മിക്കവാറും സിനിമയുടെ പേര് തന്നെ ആയിരിക്കും. നമ്മൾ വേറൊരു വാക്കിന് ആ സ്ട്രെസ് കൊടുക്കുന്നില്ല. പക്ഷേ ദീസ് ആർ വെരി ഷോർട്ട് വേർഡ്സ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഈ സിലബിൾ മോസ്റ്റ് വേർഡ്സ് ആർ എൻഡ് ഇൻ ITY. ഇപ്പം മൊബിലിറ്റി അല്ല, മൊബിലിറ്റി, യുട്ടിലിറ്റി. വേർഡ്സ് ആർ എൻഡ് ഇൻ TION. എക്സാമിനേഷൻ ആണോ, എക്സാമിനേഷൻ, അവിടാണ് ആ സ്ട്രെസ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഐസൊലേറ്റഡ് ഇത് പറയുമ്പോൾ you feel, oh, I have to do this. But yesterday I had an examination. പറയുന്ന വാക്കുകളുടെ pace, the way in which you're trying to say it, do you really want to stress on that word? അതും ഒരു വലിയൊരു ഭാഗമാണ്. ഇനി അഥവാ നമ്മൾ സ്ട്രെസ് ചെയ്തില്ലെങ്കിൽ, is that a problem? ഒരു native English speaker does not know that he's actually doing this, അല്ലെങ്കിൽ she's doing this. നമ്മൾ പറയുമ്പോൾ they're like, what did he just say? Because നമ്മൾ ആ സ്ട്രെസ് അങ്ങനെ കൊടുക്കുന്നില്ല. ഇറ്റ് ടേക്സ് ടൈം, വിച്ച് ഈസ് വൈ കോൺവെർസേഷൻ, ഈ സ്മോൾ ടോക്കിൽ വി നെവർ യൂസ് മൾട്ടി സിലാബിക് വേർഡ്സ്. ഇറ്റ്സ് ഈസിയർ ടു യൂസ് സ്മോളർ വേർഡ്സ്. കൊച്ചു സെൻറ്റൻസിലും ബ്രോക്കൺ സെൻറ്റൻസസും സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. അപ്പോൾ അവിടാണ് അതിൻ്റെ ഒരു ട്രിക്കുള്ളത്. ഞാൻ ഇപ്പം ഇന്നലെ ഞാനൊരു ജസ്റ്റ് യെസ്റ്റർഡേ ഐ ഫെൽ അപ്പോൺ ദിസ് വേർഡ്. എനിക്ക് പുതിയൊരു വാക്കായിരുന്നു അത്, ഡിറാസിനേറ്റ്. അത് ബിക്കോസ് ഞാൻ ഇമിഗ്രൻ്റ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡിറാസിനേറ്റ് എന്ന് പറയുന്നത് ടു അപ്രൂട്ട് യുവർ സെൽഫ് ഇൻ എ വെരി വയലൻറ്റ് വേ. അപ്പോൾ അതിന് ശരിക്കും വെച്ചാൽ അതൊരു ഒരു 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 ബയോളജിക്കൽ ഹോർട്ടിക്കൾച്ചറൽ ടേം ആണ്. നമ്മൾ ആ റൂട്ട്സ് ഇട്ട് നമ്മളങ്ങനെ വലിക്കുക. ദിസ് പേഴ്സൺ ഇസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് നമ്മളൊരു നാച്ചുറൽ സോഷ്യൽ എൻവയൺമെൻറ്റിൽ നിന്ന് അപ്രൂട്ട് ചെയ്ത് പറിച്ച്. അപ്പോൾ ആ ഒരു നൗ ഐ കൻ ആ വാക്ക് ആ കോണ്ടെക്സ്റ്റുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ ദ ഫസ്റ്റ് തിങ് ഐ വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് വാസ് ഹൗ ഡു യു പ്രൊനൗൺസ് ഇറ്റ്. അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിറാസിനേറ്റ്. അപ്പോൾ
ഓക്കെ. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്. somehow you've got to make pronunciation your own. In the end, there is no right or wrong. അതൊരു ഞാനൊരു റൊമാൻറ്റിസൈസ് ചെയ്ത് പറയുന്നല്ല. As long as the other person can understand and as long as you create your own flair. നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതി. ഞാനൊരു എക്സാമ്പിൾ പറയാം. പാരറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന് പറയുന്നൊരു പഴയൊരു ജോണി ഡെപ്പിൻ്റെ പടമുണ്ട്. പാരറ്റ്സ് ഓഫ് ദ കാരിബിയൻ കണ്ടോ, കരീബിയൻ ആദ്യം പറഞ്ഞു, കാരിബിയൻ സോറി. കാരണം അവിടെ ഈ കോഡ് സ്വിച്ചിങ്ങിന് ഒരു പ്രശ്നമാണ്. അവിടെ ജോണി ഡെപ്പ് യൂസ് ചെയ്ത സംസാരിക്കുന്ന രീതി, അവർ പറഞ്ഞപ്പോൾ nobody can understand what you're trying to say as this character. പക്ഷേ later on the movie was a big hit because of the way he spoke. ഈ unintelligible ആയിട്ട് സംസാരിച്ച് അതൊരു സ്റ്റൈലായിട്ട് മാറി. He was trying to imitate another rock star. ഒരു പഴയ റോക്ക് സ്റ്റാറിനെ ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു പുള്ളിക്കാരൻ. This is what happens. അതാ ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, ആക്സെന്റ്, പ്രൊനൗൺസിയേഷൻ. ലെറ്റ്സ് നോട്ട് ഫോക്കസ് ടു മച്ച് ഇൻ ടു ഇറ്റ്. ലെറ്റ്സ് ട്രൈ ടു ഫിഗർ ഔട്ട് എ മിഡ് പാത്ത് വേർ ദ പേഴ്സൺ ഹൂസ് ഓൺ ദി അതർ സൈഡ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ട്രൈങ് ടു. പിന്നെ ഇന്നൻസിയേഷൻ. സോ എൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഐ ഇന്നൻസിയേറ്റ് ക്വൈറ്റ് എ ബിറ്റ്. അത് ഒരു പ്രൊഫഷൻ്റെ ഒരു ഹാസർഡ് ആണ്. ബിക്കോസ് വി ഹാവ് ടു ബി വെരി ക്ലിയർ വെൻ വി ടീച്ച്. അപ്പോൾ ഞാൻ ഇന്നൻസിയേറ്റ് ചെയ്യും വാക്കുകൾ. എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഒരു രീതിയായി മാറി. സോ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഐ ട്രൈ ടു ഇന്നൻസിയേറ്റ് വാട്ട് ഐ സേ. മലയാളം പറയുമ്പോൾ ഞാൻ അത്ര ഇന്നൻസിയേറ്റ് ചെയ്യത്തില്ല. അതൊരു രീതിയാണ്. ഈ ഇന്നൻസിയേഷൻ വരുമ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രൊനൗൺസിയേഷൻ ഇസ് ക്ലിയർ. സോ ഒരു ലാസ്റ്റ് ഒരു ഗിവ് അവേ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, start with the easy words. ഞാൻ ഈസി എന്ന് ചോദിച്ചത് ഹൈ ഫ്രീക്വൻസി വേർഡ്സ് that എപ്പോഴും ഉപയോഗിക്കുന്നത്. Correct. The words that you tend to use all the time, let's find clarity in that. For clarity, CL, ആ സൗണ്ട് ചിലവർ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ക സൗണ്ട്സ് ഹാസ് ടു ബി ക്ലിയർ നമ്മൾ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു what do you call it, tips and tricks ഉണ്ട്. Especially when you do public speaking. Social gathering നമുക്ക് അധികം ആവശ്യമില്ല. പക്ഷേ പബ്ലിക് സ്പീക്കിംഗ്, whenever you're trying to disseminate information to a lot of people, നമുക്ക് ആ ക്ലാരിറ്റി വേണം. I always go back to clarity because എൻ്റെ തുടക്കം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. Even if you make a mistake, you would know that you're making a mistake because of your attempt at clarity. And therefore you will learn. നമ്മൾ എത്ര സ്പീഡ് കൂടുന്നു, സ്പീഡ് is an indication of fluency. Great. നല്ല കാര്യം. പക്ഷേ ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ആക്യുറസി വേണം. ആൻഡ് ഐ എം എ ബിഗ് ബിലീവർ ഇൻ ആക്ച്വലി ബീങ് മോർ ആക്യുറേറ്റ്. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് റോജിക്ക് തോന്നുന്നത്? ഒരാളെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ റോജി, എത്രത്തോളം ചലഞ്ചിങ് ആണ്? പിള്ളേരെ പഠിപ്പിക്കാൻ ഭയങ്കര ഡെഫിനറ്റ്ലി ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ടീച്ച് കിഡ്സ്. ഞാനത് why I say it's difficult, an adult knows why he's learning another language. Avada oru purpose undu. And as long as he's able to achieve that purpose, it's pulling another country, he'll do his work and he'll go. Appo adinu oru self regulation undu, oru motivation undu. So it's very clear. Pillarku, especially ivide jenicha vanna pillarku, they don't know why. I mean, I understand that. Oru 7th class oru year 7 student അല്ലെങ്കിൽ year 8 student ഷേക്സ്പിയർ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഹി ഈസ് നെവർ ഗോയിങ് ടു യൂസ് ഇറ്റ്. സോ വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ട്രൈങ് ടു ഗെറ്റ് ദാറ്റ് ഇൻട്രസ്റ്റ് ഒരു ക്ലാസ്സിൽ. ആൻഡ് വി ട്രൈ ടു ടെൽ ദം ദിസ് ഈസ് വൈ യു ആർ ട്രൈങ് ടു ലേൺ. എസ്പെഷ്യലി ഇപ്പം ഒരു സ്റ്റെം സബ്ജക്ട്സിനാണ് ഇപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഈ ആർട്സ് കയറുമ്പോൾ സ്റ്റീമായിട്ട് മാറും. സോ സം പീപ്പിൾ ലവ് ഇറ്റ്. ഇങ്ങനെയോ ഒരു ചിലപ്പോൾ ഒരു ഇയർ 9 ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ സംതിങ് ക്ലിക്സ്. They realize നമ്മൾ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇടയ്ക്ക് നമ്മൾ പറയും the learning of English is the study of the grey. ഈ ഗ്രേ ഏരിയ ആണ് ഇംഗ്ലീഷ്. ബിക്കോസ് ചിലപ്പോൾ 8th ക്ലാസ് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, the way he writes would be as good as a year 10 student. So അതായിരിക്കും അതിൻ്റെ ഒരു it's quite challenging to show that purpose. Because നേരത്തെ ചോദിച്ച പോലെ why should I learn when I can get all my answers on ChatGPT? So the way we approach language teaching is completely different when it comes to different from adults, when it comes to children. We tell them this is why, this is how we do it. So we have to make the content interesting. പഠിപ്പിക്കുന്ന content story interesting ആക്കണം. എന്നിട്ട് we tell them okay, this is how you can better use the language.
കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഭാഷ പഠിപ്പിക്കാൻ ചലഞ്ചസ് ഉണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു റോജി. ഒരു ഇന്ത്യക്കാരനായ മലയാളിയായ റോജി ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽസ്, അതായത് ന്യൂസിലൻഡിലുള്ള കിവീസ്, അവർ ജനിച്ചതും അവർ സംസാരിക്കുന്നതും ഇംഗ്ലീഷാണ്. അപ്പോൾ ഞങ്ങളെ എന്താണ് ഒരു ഇന്ത്യക്കാരൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതെന്നുള്ള ഒരു ചലഞ്ച് എപ്പോഴെങ്കിലും ഈ കരിയറിൽ ഫേസ് ചെയ്തിട്ടുണ്ടോ? ആബ്സല്യൂട്ട്ലി. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ 2005 വന്ന്, ആൻഡ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടു ഇംഗ്ലീഷ് ടീച്ചിങ് ഇവിടെ PTEസിലായിരുന്നു, പ്രൈവറ്റ് ട്രെയിനിങ് എൻ്റർപ്രൈസസ്. ഇപ്പോൾ ഇതൊരു ഈ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് പോളിടെക് അല്ല, യൂണിവേഴ്സിറ്റി അല്ല. അപ്പോൾ ഇവർ പ്രൈവറ്റായിട്ട് നടത്തുന്ന ലാംഗ്വേജ് സ്കൂളുകളും കോഴ്സുകളുമാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഐ എം സോറി, മൈ സ്റ്റുഡൻസ് ആർ നോട്ട് ഹിയർ ടു സീ എൻ ഇന്ത്യൻ, ബിക്കോസ് ആ ഒരു ഫേസ് വാല്യൂ, you speak well, but I'm sorry, we can't give you that job. Okay, fine. ഇവിടുത്തെ ഇമിഗ്രേഷൻ, ബിക്കോസ് പണ്ട് എനിക്കൊന്ന് ഹെൻഡേഴ്സണിലായിരുന്നു ഇവരുടെ ഇമിഗ്രേഷൻ ബ്രാഞ്ച്. ഇമിഗ്രേഷൻ്റെ എൻ്റെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി they actually called me up, and ഞാൻ സംസാരിച്ചു. They wanted to see me just to figure out, because they were doubtful that I was the person talking to them. അവർ ഓപ്പണായിട്ടത് പറഞ്ഞില്ല, പക്ഷെ I could feel it, because പുള്ളിക്കാരുടെ ആ പാസ്പോർട്ട് നോക്കി, so were you the one talking to me? Yes, it's okay, fine. അപ്പോൾ ഇപ്പം now it's all fine. തുടക്കത്തിലെ കാര്യങ്ങളാണ്. ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ യെസ്, what I do, അത് അഡൾട്ട്സ് ആണെങ്കിലും പിള്ളേരാണെങ്കിലും, I spend the first week impressing the students that I am capable of doing this job, and I think it's necessary to show that you are competent. അപ്പോൾ അവർക്കൊരു ഈ ചിലവരുണ്ടല്ലോ, മീൻസ് they look at my face, തനി മലയാളി ലുക്ക്, ഇച്ചിരി റൗണ്ടാണ്, and then they hear the way I speak. ഭയങ്കര പെർസെപ്ഷൻ ഉണ്ട്. അത് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, that's absolutely fine for me. എന്നിട്ട് when I break, ശരിക്കും പറഞ്ഞാൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. I've actually used it. When they're impressed, they can no longer make ഒരിക്കലും they can never, എൻ്റെ കോമ്പറ്റൻസിയോ അല്ലെങ്കിൽ എൻ്റെ രീതിയിലോട്ടും they're like, I can easily understand this person, and so that's absolutely fine. Actually, I enjoy creating that impression for the first week. ഏത് ക്ലാസ് വന്നപ്പോൾ ആദ്യത്തെ ഒരാഴ്ച it's this. So yeah, അപ്പോൾ അതൊരു സെക്കൻഡ് നേച്ചർ ആയി കഴിഞ്ഞു. ഈ ഒരു പെർസെപ്ഷൻ ബ്രേക്ക് ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നതും അത് മോർ ഇഫക്റ്റീവായിട്ടും തോന്നുന്നു അല്ലേ? ഒരു നാടകമാണല്ലോ ഇത്. നാടകം ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ റോജി ഒരു വളരെ വലിയൊരു തിയേറ്റർ ആക്ടിവിസ്റ്റ് ആണെന്നും തിയേറ്റർ പ്ലെയർ ആണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ആ ഒരു പാഷനും കൂടി ഇതിനോടൊപ്പം കൊണ്ടു നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, ഞാനൊരു സ്പോർട്സ് പേഴ്സൺ അല്ലായിരുന്നു. I had to figure out what to do. എനിക്ക് സ്റ്റേജ് is a very funny place. അത് എനിക്കെപ്പോഴും തോന്നിയെന്ന് വെച്ചാൽ, it's actually, I believe ഈ enunciation and the way you speak came to me through stage. ചെറുപ്പം മുതലേ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ? അവസരങ്ങൾ ഡെഫിനറ്റ്ലി അവസരങ്ങൾ കിട്ടി. നാട്ടിൽ I believe I've done around 4 Shakespearean plays. സ്കൂളിൽ നാടകങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അറ്റ് ദാറ്റ് ഏജ് കോസ്റ്റ്യൂംസ് ഇടുക ആൻഡ് യു ക്യാൻ ബി സംബഡി എൽസ്. ഇപ്പം അത് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ നമ്മുടെ അടുത്ത് എപ്പോഴും പറയും സ്റ്റേജിൽ കയറുമ്പോൾ പീപ്പിൾ നീഡ് ടു ഹിയർ വാട്ട് യു ആർ ടെല്ലിങ്. അപ്പം അതെപ്പോഴും ഇങ്ങനെ അത് ഹാമറിൻ്റെ ലൈക്ക് യു ഹാവ് ടു സേ ഇറ്റ് ലൗഡ്ലി, യു ഹാവ് ടു ബി ക്ലിയർ, ബിക്കോസ് അന്ന് മൈക്രോഫോൺസ് അധികം അങ്ങനെ സ്ട്രോങ് മൈക്രോഫോൺസ് അല്ലായിരുന്നു. സോ ഹൗ ഡു യു ത്രോ യുവർ വോയിസ്, ക്ലാരിറ്റി ഇങ്ങനെ കിട്ടുന്നു, ബ്രെത്ത്, ബിക്കോസ് ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഓരോ രീതിയിലാണ്. ഞാനൊരു വലിയ ആക്ടറൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു സീ എക്സ്പീരിയൻസ് വെറ്ററൻ ആക്ടേഴ്സ് ആൾക്കാർ വന്ന് ഓക്കെ ഡോണ്ട് ഡു ദിസ്, ട്രൈ ടു ഡു ദാറ്റ്. I believe the sign of intelligence is when you can take a complex matter and make it simple to a person's understanding. അവിടാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഇൻ്റലിജൻസ്. And when you find these experienced individuals, അപ്പോൾ ഇവിടെ ന്യൂസിലൻഡിൽ വന്നു കഴിഞ്ഞപ്പോഴും I had the opportunity to be part of almost 20-25 plays. Prayas എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ഗ്രൂപ്പ് ഉണ്ട്, and they were nice enough to give me, അവിടെ ഓഡിഷൻസ് ചെയ്യും, but I was fortunate to be part of at least around 7 to 8 of their plays. വേറെ കമ്മ്യൂണിറ്റി തിയേറ്റേഴ്സിലും I was fortunate. ഓഡിഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഇതേ സെയിം ആറ്റിറ്റ്യൂഡാണ് ടുവേർഡ്സ് ലാംഗ്വേജ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഒരേ രീതിയിൽ സംസാരിക്കണം എന്നല്ല, ടോക്ക് എനി വേ യു വാണ്ട് ആസ് ലോങ് ആസ് ദി ഓഡിയൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ആ രീതിയിൽ. പിന്നെ സോഷ്യൽ സർക്കിൾസും അതിനാണ് ഞാൻ ബേസിക്കലി അതിനു വേണ്ടിയാണ് ഞാൻ നാടകത്തിൽ ചേർന്നത്. ഐ ഗെറ്റ് ടു നോ മോർ പീപ്പിൾ.
പിന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. അറിയാലോ, മലയാളം FM-ന്റെ റേഡിയോ നാടകങ്ങൾ. ഡെഫിനറ്റ്ലി നമുക്ക് ലിസണേഴ്സിനോട് ഇപ്പോൾ പറയാൻ പറ്റാവുന്ന ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ പേർപ്പസ് എന്താണെന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ മലയാളം FM-നെ അറിയിക്കുക. വരുന്ന എപ്പിസോഡുകളിൽ ഈ റിക്വയർമെൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ റോജി ക്ലാസ്സുകൾ എടുക്കും, അല്ലെങ്കിൽ അതിനുള്ള ടിപ്സ് ആയിരിക്കും പറയുന്നത്. ഇനി അഥവാ പേർപ്പസ് ഇല്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ, ഐ വിൽ ക്രിയേറ്റ് എ പേർപ്പസ് ഫോർ ദം. ബിക്കോസ് ഒരു പേർപ്പസ് ഇല്ലെങ്കിൽ ആ വാക്കിൻ്റെ വാല്യൂ, വെൻ ഐ കോൾ ഇറ്റ് വാല്യൂ, ഞാൻ റൊമാൻറ്റിസൈസ് ആയിട്ട് പറയുന്നല്ല, ദി ആപ്റ്റ് വേർഡ് ഫോർ ദിസ് കോണ്ടെക്സ്റ്റ് ആൻഡ് ഐ വിൽ ഓൾവേസ് ഡിഫൈൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഇനി അഥവാ ഈ കോണ്ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ദ ലിസണർ അല്ലെങ്കിൽ ദ ലേണർ പറയും, ശരിയാണ്, ഈ കോണ്ടെക്സ്റ്റ് ഹാസ് നോ പേർപ്പസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിനൊരു റെലവൻസ് ഇല്ല എൻ്റെ ലൈഫിൽ, വൈ ഡോണ്ട് വി ട്രൈ ചേഞ്ചിങ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ. അതെ, അതുപോലെ തന്നെ അഡൽട്സ് വരുന്നതിനൊരു പേർപ്പസ് ഉണ്ട് യൂഷ്വലി എന്ന് റോജി പറഞ്ഞു. ടോപ്പായിട്ട് കാണുന്ന 3 പേർപ്പസുകളൊന്ന് പറയാൻ പറ്റുമോ, കോമൺ ആയിട്ട്? ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന പബ്ലിക് സ്പീക്കിംഗ്. എനിക്ക് സ്പീച്ച് പറയണം. അവിടെ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്, ലൈക്ക് ഐ എം സ്കെയർഡ്. മറ്റേത് എങ്ങനെ തുടങ്ങണം, വാട്ട് ഡു ഐ ഡു, ഐ ഹാവ് ദിസ് ഐഡിയ, പക്ഷേ ഡു ഐ സേ ദിസ്, ഡു ഐ, അപ്പോൾ അങ്ങനെയുള്ള, അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് ഐ ടെൽ ദം ഇസ്, ശരി, ഇഫ് യു ഡോണ്ട് വാണ്ട് എ ക്ലാസ്, നമ്മൾ ഫോൺ എടുക്കുക ആൻഡ് റെക്കോർഡ് യുവർ സെൽഫ്. ഓഡിയോ റെക്കോർഡിംഗ് അല്ല, റെക്കോർഡ് യുവർ സെൽഫ് ടോക്കിംഗ്. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2, ലിസൺ ടു യുവർ സെൽഫ്. അപ്പോൾ ആ സെയിം റെക്കോർഡിംഗ് നമ്മൾ വെച്ച് ലിസൺ ടു യുവർ സെൽഫ്. ആർ യു ഹാപ്പി വിത്ത് വാട്ട് യു ആർ ലിസണിങ് ടു? മിസ്റ്റേക്സ് നമ്മൾ എഴുതുക, ലൈക്ക് യു നോ, ഓക്കെ, ഐ ക്യാൻ ഇംപ്രൂവ് ദിസ്, ഐ ക്യാൻ ഇംപ്രൂവ് ദാറ്റ്. പിന്നെ സൗണ്ട് ഓഫ് ചെയ്യുക, ലുക്ക് അറ്റ് ദ വേ യു സ്പീക്ക്, ബിക്കോസ് അപ്പം യു ആർ ഫോക്കസിങ് ഓൺലി ഓൺ ഹൗ യു സ്പീക്ക്. അപ്പോൾ കൈയുടെ ജെസ്റ്റേഴ്സ്, ആർ യു ലുക്കിംഗ് അപ്പ്, ആർ യു ലുക്കിംഗ് ഡൗൺ, ആർ യു ബെൻഡിങ് എ ലിറ്റിൽ ബിറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അപ്പോൾ സിമ്പിളായ ടിപ്സ് പറഞ്ഞാൽ ദിസ് ഇസ് ഇറ്റ്. ബിക്കോസ് യു ആർ ഫോക്കസിങ് ഓൺ ഹൗ യു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, യു ഫോക്കസ് ഇൻ ദ വേ യു സ്പീക്ക്, and then obviously you're focusing body language. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ട്രെസ് ഉണ്ടല്ലോ, ലൈക്ക് ഓ മൈ ഗോഡ് somebody is looking at me. അതാണ് ഈ റെക്കോർഡിങ്ങിൻ്റെ ഗുണം. പണ്ട് അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, because you didn't have those avenues. ഇന്ന് you know you're being recorded, so it's as good as 10 or 15 people looking at you. So പെട്ടെന്നൊരു ടിപ്പ് പറഞ്ഞാൽ ഇതാണ്. പബ്ലിക് സ്പീക്കിംഗ് ആണ് കോമൺ ആയിട്ട് വരുന്നതിൽ ഒന്ന്. പിന്നെ എന്തൊക്കെയാണ്? പ്രസന്റേഷൻസ്, കോർപ്പറേറ്റ്, അതായത് ഒഫീഷ്യൽ പ്രസന്റേഷൻസ്. ഈ ലോജിക്കൽ ഫ്ലോ ഓഫ് ഐഡിയാസ്, അതിൽ ഇംഗ്ലീഷ് നമ്മൾ കൊഹീഷൻ എന്ന് പറയും. നമ്മൾ IELTS നമ്മൾ പേപ്പർ മാർക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും കൊഹീഷൻ ഇൻ യുവർ ഐഡിയാസ്. ഈ കൊഹീഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ദ പേഴ്സൺ ഹൂസ് ഓൺലൈനിൽ JK റൗളിങ്ങിൻ്റെ, നമ്മുടെ ഹാരി പോട്ടറിൻ്റെ അൺഎഡിറ്റഡ് വേർഷൻ ഉണ്ട്. അവിടെ എഡിറ്റർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, വാട്ട് എഡിറ്റേഴ്സ് ഡു, അപ്പോൾ പുള്ളിക്കാരൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറിക്ക് ഒരു കൊഹീഷൻ വേണം, എന്നിട്ട് അൺവാണ്ടഡ് ആയിട്ടും ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക. സോ സംടൈംസ് ദ പേഴ്സൺ ഹൂസ് ജനറേറ്റിംഗ് ദ കോണ്ടന്റ് മേ നോട്ട് ബി ഏബിൾ ടു എഡിറ്റ് ഇറ്റ്. ആ കൊഹീഷൻ പെട്ടെന്ന്, ബിക്കോസ് അവൻ്റെ മനസ്സിലൊരു കൊഹീഷൻ ഉണ്ട്, ഇറ്റ്സ് നോട്ട് ദെയർ ഓൺ പേപ്പർ, ദാറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഇതിനു വേണ്ടി എൻ്റെ അടുത്ത് വരും, ലൈക്ക് ഓക്കെ, ഹൗ ഡു ഐ മേക്ക് ദിസ് ബെറ്റർ. അപ്പോൾ ഞാൻ നമ്മൾ ഈ പറയുന്നില്ല, ഒരു സെക്കൻഡായി നമ്മൾ നോക്കും, ഓക്കെ ഫൈൻ, വൈ ഡോണ്ട് ടേക്ക് ദിസ് ഐഡിയ ആൻഡ് പുട്ട് ഇറ്റ് ഹിയർ, വൈ ഡോണ്ട് ടേക്ക് ദിസ് ഐഡിയ ആൻഡ് പുട്ട് ഇറ്റ് ഹിയർ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി ഇച്ചിരി ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഇടുക, ഇവിടെ ഒരു അഡീഷണൽ ഇടുക, ഇവിടെ ഒരു മോർ ഓവർ ഇടുക. ഓക്കെ, യു ആർ ടോക്കിംഗ് അബൌട്ട് ദിസ്, വൈ ഡോണ്ട് യു ആഡ് സം ഹ്യൂമർ ഹിയർ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതാണൊരു ഈസി കേസ്. ദ ഡിഫിക്കൽട്ട് വൺ ഇസ്, ഒരു വർക്കും ചെയ്തുമില്ല, ഒരു ഐഡിയ ഉണ്ട്, വാട്ട് ഡു ഐ ഡു. അത് ഇറ്റ്സ് നോട്ട് ഹിസ് പ്രോബ്ലം, ഇറ്റ്സ് ലൈക്ക് ഹി ഡസൻറ്റ് നോ വേർ ടു സ്റ്റാർട്ട്. അപ്പോൾ ദെൻ ഐ സ്റ്റാർട്ട് ആസ്കിങ് ഹിം ക്വസ്റ്റ്യൻസ്. Okay, let's start with this. The biggest problem that I see in individuals is redundancy. എന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ they'll tell it in many different ways. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഈ പറയുന്ന ആളുടെ മനസ്സിൽ പോകുന്നതെന്ന് വെച്ചാൽ ഐ എം റീഇറ്ററേറ്റിംഗ് ദി ഐഡിയ ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ കേൾക്കുന്ന ആൾക്കാർ ബോറാണ്. സോ ഈ കൈൻഡ് ഓഫ് വളരെ സിമ്പിളാണ്, ഇറ്റ് കംസ് ഔട്ട് ഓഫ് പ്രാക്ടീസ്, ബട്ട് ജസ്റ്റ് ടു മേക്ക് ഇറ്റ് ക്ലിയർ ടു ദാറ്റ് ഇൻഡിവിജ്വൽ. ശരിക്കും പറഞ്ഞാൽ ഹീസ് ബിക്കമിങ് അവെയർ ഓഫ് ഹിസ് ഓൺ മിസ്റ്റേക്സ്, അത്രേ ഉള്ളൂ. ഐ മീൻ ടു ബി പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഹീസ് ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്. ചില ആ ഒരു പ്രശ്നമുണ്ട്. സോ ബട്ട് ഇറ്റ്സ് ഫൈൻ, ഡെഫിനറ്റ്ലി. ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഈ ഒരു ജേർണിയിൽ മറക്കാൻ പറ്റാത്തതായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും
ഒരു പരിധി വരെ ഹ്യൂമറസ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? പൊതുവേ നമുക്ക് ഇഷ്ടംപോലെ തമാശകൾ നമ്മൾ സിനിമകളിൽ കാണാറുണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ. അതുപോലെ എന്തെങ്കിലും റിയൽ ലൈഫിൽ റോജിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടോ? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാനെപ്പോഴും സപ്പോസ് നമ്മൾ യങ് ആകുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വലിയൊരു കാര്യമാണല്ലോ. ഞാൻ എപ്പോഴും കുർത്തായിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത്. ദ വേ ഐ ലുക്ക് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ഐ ഡു. കൊച്ചു കാലത്തൊക്കെ ഇവിടുത്തെ ആദ്യ സ്കൂളൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി, അപ്പോൾ പിള്ളേരൊക്കെ വിളിക്കും, കെൻ യു പ്ലീസ് കോൾ ദാറ്റ് കർട്ടൻ വെയറിങ് ഇന്ത്യൻ എന്ന്. അപ്പോൾ തമാശയാണ്, അത് തമാശ പറയുന്നത്. പക്ഷേ അതൊരു എപ്പോഴും ഇങ്ങനെ ഒരു ഫണി രീതിയായിരുന്നു. വേറൊരു ജോക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫ്രേസ് ഉണ്ട്, ടു റിലീവ് യുവർ സെൽഫ്. അതെന്ന് വെച്ചാൽ ബാത്റൂമിൽ പോകാം. ഒരു കൊച്ചു എഴുതിയാണ്, പുള്ളിക്കെഴുതി മനസ്സിലാക്കിയ റിലീഫ് എന്ന് വെച്ചാൽ നമ്മൾ റിലീവ് ചെയ്യുക, ആ ഒരു റിലീഫാണ് ഒരു ഇത്. അപ്പോൾ പുള്ളിക്കെഴുതി എഴുതിയാണ്, ഐ ലൈക്ക് ടു റിലീവ് മൈ സെൽഫ് ഇൻ ദ ഗാർഡൻ എവറി ഡേ. അപ്പോൾ പുള്ളിക്കകത്ത് ഉദ്ദേശം വെച്ചാൽ രാവിലെ വാക്കിന് പോകുന്നു പുള്ളി. പക്ഷെ എഴുതി വന്നപ്പോൾ പുള്ളി, അപ്പോൾ ഞാൻ ചോദിച്ചു, ഇല്ലീഗൽ അല്ലേ ഇവിടെ? ഞാൻ എല്ലാ ദിവസം രാവിലെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അങ്ങനെ കുറെ കുറച്ച് ആൾക്കാരുണ്ട്. ക്ലാസ് റൂമിൽ വരുമ്പോൾ പിള്ളേർക്കുള്ള, ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് തിങ് ഇസ്, ടീച്ചേഴ്സ് എല്ലാം ഞാൻ പറയത്തില്ല, the idea is to express yourself. Therefore we cannot judge the content. അത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില ഐഡിയാസ് ഒക്കെ ഇവരോട് വരും. ചിലരൊക്കെ ഹൈലി പൊളിറ്റിക്കൽ ആയിരിക്കും, ബട്ട് ഇറ്റ്സ് നോട്ട് മൈ പ്ലേസ് ടു ജഡ്ജ്. ഇൻഫാക്ട് ഐ വിൽ ആക്ച്വലി ടെൽ ദം, വൈ ഡോണ്ട് യു മേക്ക് ഇറ്റ് ക്ലിയർ ആൻഡ് ഐ ഗിവ് ദം ദ വേർഡ്സ്. അപ്പോൾ അത് ചിലപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ദർ ആർ സർട്ടൻ തിങ്സ് യു മേ നോട്ട് എഗ്രി വിത്ത്, പക്ഷേ യു ഹാവ് ടു. അബ്സല്യൂട്ട്ലി. 2005 റോജി ഇവിടെ വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനോടുള്ള പാഷനോടുകൂടി തന്നെ ഇവിടെ വരുന്നു. എങ്ങനെയായിരുന്നു ആ സമയത്ത് ഈ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അപ്പം ഒരു ധൈര്യം തോന്നിയോ, അതോ ഇതെനിക്ക് പറ്റില്ല, തിരിച്ചു പോകണം, അങ്ങനെ എങ്ങനെയാണ് ആ സമയത്തെ ചലഞ്ചസൊക്കെ? ആദ്യം എനിക്കത്, ഐ വാണ്ടഡ് ടു ഗോ ബാക്ക് ഹോം എന്ന് വെച്ചാൽ, എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഗെറ്റ് സം എക്സ്പീരിയൻസ്, ഗോ ബാക്ക് ഹോം. ആ സമയത്ത് വാസ് വെരി ഫോർച്ചുനേറ്റ് ദറ്റ് അന്ന് അമൃത TV തുടങ്ങിയ കാലമായിരുന്നു. ആൻഡ് ഐ ഹാഡ് സം വർക്ക് ദെയർ. ഇടയ്ക്ക് ചെറിയ ന്യൂസ് റീഡർ ഉണ്ടായിരുന്നു. ഐ വാസ് ആങ്കറിങ് എ ഷോ. BPOs, കോൾ സെൻറ്റേഴ്സ് ഇന്ത്യയിൽ വരുന്ന ടൈമായിരുന്നു. ആൻഡ് ഐ ഹാഡ് എ ജോബ് വെയിറ്റിംഗ്. അപ്പോൾ നാട്ടിൽ ആ സമയത്ത് ദാറ്റ് വെരി യങ് ഏജ് എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോൾ തിരിച്ച് നാട്ടിൽ പോകാൻ ഐ വാസ് ലൈക്ക്, ഓക്കെ ഫൈൻ, ഐ ക്യാൻ ഗോ ബാക്ക് ടു ഇന്ത്യ ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എന്തോ I had to study more, because പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി that I don't really know a lot of things. അപ്പോൾ അത് പഠിക്കാൻ തുടങ്ങി ലിറ്റിൽ ബൈ ലിറ്റിൽ. ജോലി അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് ഈ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. And I understood that, okay, I took it as a challenge. To be very honest, took me around 10 to 12 years to actually എന്താ പറയുന്നത്, ഈ ഫുട്ട് ഇൻ ദ മാർക്കറ്റ് എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും ക്ലച്ച് പിടിക്കുക എന്ന് പറയുന്നത്, it took me a lot of time to actually, because ചോദിക്കാൻ ആരും ഇല്ലായിരുന്നു. To be really honest, the information, എനിക്ക് സെക്കൻഡറി സ്കൂൾ അന്ന് പഠിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു. I didn't want to teach kids. Because എൻ്റെ മനസ്സിൽ പോയതെന്ന് വെച്ചാൽ, to teach kids means I'm not using whatever I've learnt. അങ്ങനെ ഒരു I was very young. So അതായിരുന്നു എൻ്റെ മനസ്സിൽ പോയത്. It took me a long time to actually get into the market, do the work, get projects in. A lot of difficulties that way. റിജക്ഷൻസ് എന്ത് റീസൺസിലായിരുന്നു റിജക്ഷൻസ് വരുന്നത്? ചിലതൊക്കെ പാസീവ് റേസിസം തന്നെയായിരുന്നു. ചിലതൊക്കെ they were looking for something else. I was actually trying to find out what to do. സത്യം പറഞ്ഞാൽ, യെസ്, എൻ്റെ മനസ്സിൽ ഞാനിത് ടീച്ചിങ്ങിൽ കയറാൻ പോകുന്നു അങ്ങനെയല്ല ഞാൻ ചിന്തിച്ച്. I thought I would try to do something else. Teaching എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നില്ല. Teaching was just a way to get more or understand more about English language teaching, linguistics. ആ രീതിയിൽ സത്യം പറഞ്ഞാൽ, if ഞാൻ I think but 2 years ago was the ഞാൻ പിന്നെ ഒരു മാസ്റ്റേഴ്സ് ഞാൻ ചെയ്തു. And I'm interested in actually learning more. And if I had a job that allowed me to do that, ഞാൻ സത്യം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. It's quite interesting. It took me about 10 years. Back to the point, it took me about 10 to 15 years to actually get into the market, do what was necessary. COVID വന്നപ്പോൾ ഈ tertiary market complete ആയിട്ട് plummet ചെയ്തു. It was a big issue. അപ്പോൾ secondary, I'm not regretting getting into secondary school, because it's a place,
നമ്മൾ ഈ യങ് മൈൻഡ്സിനെ ഒരു വേറെ രീതിയിൽ ഐ എം ആക്ച്വലി ലേണിംഗ് ടു മേക്ക് തിങ്സ് ഫാർ മോർ ഈസിയർ വിച്ച് ഇസ് ആക്ച്വലി ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ഒരു ഹെവി കോണ്ടന്റ് എടുത്ത് ആ ഒരു ആ ഒരു സിമ്പിൾ രീതിയിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് പ്രിപ്പറേഷൻ. ഷേക്സ്പിയർ പോലുള്ള ഹെവി ഐറ്റംസ് എടുത്ത് നമുക്ക് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഒരു സ്റ്റോറി എടുത്ത് ഓക്കെ ദീസ് ആർ ദ ലാംഗ്വേജ് ഫീച്ചേഴ്സ്, ഹൗ ഡു വി മേക്ക് ദിസ്, ഹൗ ഡു വി യൂസ് ഇറ്റ്, വൈ ഡു വി യൂസ് ഇറ്റ്. അപ്പോൾ അങ്ങനെ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് വേ. അല്ല, നമ്മളെ കേൾക്കുന്ന ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ഉള്ളൊരു ഇൻഫർമേഷനായിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഒരു ഈസി കേക്ക് വോക്ക് അല്ലായിരുന്നു. ഡെഫിനറ്റ്ലി എന്താ പറയുന്നത്, ഇറ്റ്സ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. ഡെഫിനറ്റ്ലി ആ രീതിയിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നതാണ് ഇംഗ്ലീഷ് ഇസ് നോട്ട് മൈ ഫസ്റ്റ് ലാംഗ്വേജ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് പറയും ഇറ്റ്സ് നോട്ട് മൈ ഫസ്റ്റ് ലാംഗ്വേജ്. ഐ ഹാവ് ടു പ്രിപ്പയർ ആൻഡ് അറിയാം ഇഫ് ഇറ്റ്സ് എ കോണ്ടന്റ് ദാറ്റ് ഐ ഡു നോട്ട് നോ, ദാറ്റ് ഐ എം നോട്ട് അവെയർ ഓഫ്, ഐ ടേക്ക് മൈ ടൈം. പിന്നെ പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഐ എം ഏബിൾ ടു ടോക്ക്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ നോട്ട് മൈ നേറ്റീവ് ലാംഗ്വേജ്. So therefore I do take time to prepare. I do make a point that I know that I'm talking to impress. It's deliberate. അല്ലാതെ accept me the way I am, no. ഇപ്പം നമ്മളെ കേൾക്കുന്ന ഇംഗ്ലീഷ് ടീച്ചേഴ്സിനാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും ഇതൊരു കേക്ക് വോക്ക് അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രഗിളിൽ കൂടെ തന്നെ പോയിട്ടാണ് റോജി ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സിനോട് റോജിക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്? അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ ദേ ആർ ലുക്കിംഗ് ഫോർ ടീച്ചേഴ്സ്. നമ്മൾ ആർക്കൂടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ പെഡഗോജി ഡിഫറെൻ്റ് ആണ്. ദ വേ യു ടീച്ച് ചിൽഡ്രൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇസ് ദാറ്റ് ഇൻ ഇന്ത്യ. അവിടെ ഐ എം ഷുവർ ദ ടീച്ചേഴ്സ് ഹു കം ഹിയർ കോണ്ടന്റ് സ്ട്രോങ് ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും ദേ ഷുഡ് സ്പെൻഡ് മോർ ടൈം ഇൻ ആക്ച്വലി എക്സ്പ്രസിങ് ദംസെൽവ്സ് ആൻഡ് ഇംപ്രസിങ് അതർ പീപ്പിൾ. ആദ്യത്തെ കുറച്ചാൾ നമ്മൾ ഇംപ്രസ് ചെയ്തേ പറ്റൂ. ദർ ഇസ് നോ അതർ വേ അറൗണ്ട് ഇറ്റ്. എസ്പെഷ്യലി ന്യൂ ടീച്ചേഴ്സ്. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് ഹാർഡ്. പക്ഷേ കോണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ ഇഫ് ദേ നോ എക്സാക്ട്ലി വാട്ട് ദേ ഡൂയിങ് ദെൻ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ. അപ്പോൾ റോജിയുടെ മുന്നോട്ടുള്ള മലയാളം FM-ൽ തരുന്ന ക്ലാസ്സുകളിലും സെഷൻസിലും ടീച്ചേഴ്സിന് മാത്രമല്ല ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളവർക്ക്, സിറ്റുവേഷണലായിട്ടുള്ള ആപ്റ്റ് വേർഡ് ചൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ആർക്കാണെങ്കിലും, കുട്ടികൾക്കാണെങ്കിലും അഡൽസിനാണെങ്കിലും ഇംഗ്ലീഷിനോടൊരു താല്പര്യവും എൻ്റെ ഇംഗ്ലീഷ് എനിക്ക് ബെറ്റർ ആക്കണം, എൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറേ കൂടെ ക്ലാരിറ്റിയോടും കൂടിയും കുറേ കൂടെ ഇഫക്റ്റീവായിട്ട് എനിക്ക് ഡെലിവറി ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റായിട്ടും മുന്നോട്ടുള്ള റോജിയുടെ ക്ലാസ്സുകൾ മലയാളം FM-ൽ കൂടെ കേൾക്കാം. നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കളോട് നമ്മുടെ മലയാളം FM-ൻ്റെ ആവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇംഗ്ലീഷ് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങൾ, ഞാൻ ഇങ്ങനെ ഈ സിറ്റുവേഷൻ ഉപയോഗിക്കും, എങ്ങനെയാണ് എനിക്കൊരു പ്രസൻറ്റേഷൻ ഇഫക്റ്റീവ് ആക്കാൻ പറ്റുക, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യണം എന്നുണ്ട്, ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ മലയാളം FM-നോട് ചോദിക്കാം. അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളത് റോജി വർഗീസുമായിട്ട് ഷെയർ ചെയ്തിട്ട് മുന്നോട്ടുള്ള എപ്പിസോഡുകളിൽ ആ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. വളരെയധികം സന്തോഷം റോജി, മലയാളം FM-ൻ്റെ ഈ ഒരു പുതിയ പരിപാടിയിലേക്ക് റോജി സൈനപ്പ് ചെയ്തതിന്. ഇംഗ്ലീഷ് ഭാഷയെ കുറേ കൂടെ സ്നേഹിക്കാൻ നമ്മൾ മലയാളികൾക്ക് അത് സഹായിക്കുമെന്ന് റോജി ഞങ്ങൾക്ക് തന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡവേഴ്സ്. താങ്ക് യു ഫ്രം മലയാളം FM. Thank you.